ബീവി മരിക്കാൻ കിടക്കുകയാ. അള്ളാന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാ. അള്ളാന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് ഖദീജ ബീവി ഇങ്ങനെ കുതറിച്ചു തുറിച്ചങ്ങ് നോക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ ചോദിക്കുന്നു, ഖദീജ എന്താടി ഇങ്ങനെ നോക്കുന്നത്? എന്താ എന്റെ നീ ആദ്യമായി എന്നെ കാണുന്നത് പോലെ എന്താ നീ ഇങ്ങനെ നോക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഖദീജ ബീവി പൊട്ടിക്കരഞ്ഞുകൊണ്ട് മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, എനിക്ക് കണ്ടു കൊതുമാറിയിട്ടില്ല നബിയേ, അങ്ങയോടുകൂടെ ജീവിച്ചു കൊതുമാറിയിട്ടില്ല നബിയേ, എനിക്ക് കാണാൻ ഇനിയും കൊതിയാവുകയാ. അസ്രായീൽ എന്റെ റൂഹ് പിടിച്ചുകൊണ്ടിരിക്കുകയാ നബിയേ. നാളെ സ്വർഗത്തിലേക്ക് വരുമ്പോ അങ്ങയുടെ കൂടെ ഉണ്ടാകാൻ ഈ ഖദീജയ്ക്ക് ഭാഗ്യമുണ്ടാകുമോ? അള്ളാന്റെ പ്രവാചകൻ ഖദീജയെ മാറോട് ചേർത്തുകയാ. ആ സമയത്തല്ലേ ഖദീജ ബീവി നബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഞാൻ മരിക്കാൻ പോവുകയാ നബിയേ, എനിക്ക് 1-2 വസിയത്തുണ്ട് നബിയേ, നടത്തി തരുമോ എന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ പ്രവാചകൻ ഖദീജയെ വിളിച്ചുകൊണ്ട് പറയുന്നു, എന്താ ഖദീജ നിന്റെ ആഗ്രഹം എന്താ? മരിക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ട ഭാര്യ മടിത്തട്ടിൽ കിടന്നു മരിക്കണം. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, അങ്ങനെയുള്ളവനല്ലേ ഏറ്റവും വലിയ ഭാഗ്യവാൻ. തന്റെ ഭാര്യ തന്റെ മടിത്തട്ടിൽ കിടന്നു മരിക്കണം. ഏത് ഭാര്യ? നമ്മുടെ മക്കളെ തന്നവള്, നമ്മുടെ വസ്ത്രമലയ്ക്ക് തന്നവള്, നമ്മുടെ വീട് കാത്തവള്, നമ്മുടെ കുടുംബത്തെ കാത്തവള്. നമ്മൾ പട്ടിണിയായി വീട്ടിലേക്ക് വന്നപ്പോ നമുക്ക് വേണ്ടി വെള്ളമുണ്ടാക്കി തന്നവള്, ഭക്ഷണം ഉണ്ടാക്കി തന്നവള്, അവളും മരിക്കാൻ കിടക്കേണ്ടത് നമ്മുടെ മടിത്തട്ടിലാ. മക്കളുടെ മടിത്തട്ടിൽ കിടന്നിട്ടല്ല, നമ്മുടെ മടിത്തട്ടിൽ കിടന്നു മരിക്കണം. അവളുടെ ശരീരത്തിന്റെ ചൂടും ചൂരും ഞാനും നിങ്ങളും അറിഞ്ഞത്, അവള് നമ്മുടെ മടിത്തട്ടിൽ കിടന്നു മരിക്കണ്ടേ? അള്ളാന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി മരിക്കാൻ കിടക്കുന്നു. മുത്തുനബിയോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഒന്നാമത്തെ ആഗ്രഹം ഞാനൊന്ന് പറഞ്ഞോട്ടെ. എന്താ ഖദീജ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട, എന്റെ പൊന്നുമോള് ഫാത്തിമ എന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട, റുഖിയ എന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട, ഉമ്മു കുൽസൂം എന്റെ മയ്യത്ത് കുളിപ്പിക്കണ്ട. നബിയേ, അങ്ങയുടെ കൈ കൊണ്ട് എന്റെ മയ്യത്ത് കുളിപ്പിക്കണം. എന്റെ സഹോദരങ്ങളെ, നമ്മുടെ ശരീരം കണ്ട നമ്മുടെ ഭാര്യയുടെ മയ്യത്ത് നമുക്ക് കുളിപ്പിക്കാൻ അവകാശമുണ്ട്. മുത്തുനബി പറഞ്ഞു, ഖദീജ ഞാൻ കുളിപ്പിച്ചുകൊള്ളാം ഖദീജ. രണ്ടാമത്തെ വസിയത്ത് എന്താ ഖദീജ? അള്ളാന്റെ പ്രവാചകൻ ചോദിക്കുമ്പോ ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, കഴിഞ്ഞ 25 വർഷക്കാലം നബിയെ നമ്മൾ ഒരുമിച്ച് കിടന്നപ്പോ പൊതച്ച പൊതപ്പുണ്ടല്ലോ നബിയെ, 25 വർഷക്കാലം നമ്മൾ പൊതച്ചു കിടന്ന ആ പുതപ്പിൽ എന്നെ കഫൻ ചെയ്യണം യാ റസൂലല്ലാഹ്. അള്ളാന്റെ പ്രവാചകൻ പറഞ്ഞു, ഖദീജ എനിക്ക് സമ്മതമാ. മൂന്നാമത്തെ കാര്യം എന്തെന്ന് ചോദിക്കുമ്പോ അള്ളാന്റെ പ്രവാചകനോട് ഖദീജ ബീവി പറഞ്ഞു കൊടുക്കുന്നു, യാ റസൂലല്ലാഹ്, എന്നെ കൊണ്ടുപോയി ഖബറടക്കുമല്ലോ നബിയേ, ജന്നത്തുൽ മുഅല്ലയിൽ കൊണ്ടുപോയി ഖബറടക്കുമല്ലോ. അവിടെ കൊണ്ടുപോയി ഖബറടക്കിയതാരാ? ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയോട് പറഞ്ഞു കൊടുത്തു, നബിയെ, എന്നെ ഖബറടക്കേണ്ടത് അങ്ങയുടെ നുബുവത്തിന്റെ കൈകൊണ്ടാണ്, എന്നെ ഖബറിലിറക്കി വെക്കേണ്ടത് അങ്ങാ. സഹാബത്തൊന്നും എന്നെ ഖബറിലിറക്കണ്ട, എന്റെ മക്കളൊന്നും ഖബറിലിറക്കണ്ട. ഇത് പറഞ്ഞു ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു. അള്ളാന്റെ പ്രവാചകൻ ഖദീജ പറഞ്ഞതുപോലെ മുത്തുനബിയാ ഖദീജയുടെ ജനാസ കുളിപ്പിച്ചത്. 25 വർഷക്കാലം അവർ പുതച്ചു കിടന്ന പുതപ്പാണ് കഫം പൊടിയായി എടുത്തുകൊണ്ടുവന്നത്.